ഡോക്ടർ ജയരാജ്, അതുകൊണ്ട് ഇനിയെങ്കിലും കേരളം സുരക്ഷിതമാണ്, കേരളത്തിലെ പെൺകുട്ടികൾ സുരക്ഷിതമാണ് എന്ന ആ ഒരു പറച്ചിൽ അവസാനിപ്പിക്കണ്ടേ? ഒന്നുകിൽ പറഞ്ഞത് പാലിക്കണം. ഇവിടുത്തെ പെൺകുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പെൺകുട്ടികളോടൊപ്പം സ്ത്രീകളോടൊപ്പം ഒക്കെ നിൽക്കണം. ഇപ്പോൾ എവിടെയൊക്കെ പീഡനങ്ങൾ നടക്കുന്നു എന്ന് പോലീസിന് കയറി ചെന്ന് നോക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളൊക്കെ പോലീസിന് ചെയ്യാം. നേരത്തെ അത് ഇവിടെ പരാമർശ വിധേയമായതാണ്. ഇത്തരത്തിൽ പെൺകുട്ടികളെ കണ്ടെത്താനുള്ളൊരു ശ്രമമെങ്കിലും അതത് പോലീസ് സ്റ്റേഷനുകളിൽ അതിനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിസ്റ്റുകളെയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയോ വയ്ക്കുക. പോലീസിന് ഇക്കാര്യത്തിൽ പോലീസിന് മാത്രമേ ഇടപെടാൻ പറ്റൂ. ഈ ഇതിൻ്റെ ഈ പീഡനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പോലീസിന് മാത്രമേ ക്രിയാത്മകമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂ. അത് ഉണ്ടാക്കേണ്ട ആ ഒരു സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും ഈ സോയ ജോസഫ് പറഞ്ഞ പോലെ, ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങാം. അസർട്ടീനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവർ പറഞ്ഞിരുന്നത്. അതിനകത്ത് വേ ടു സേ നോ ആൻഡ് വേ ടു സേ യെസ് എന്നുള്ള കാര്യം വളരെ കുഞ്ഞിലെ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇക്കിളാക്കി ഈ പീഡകന്മാർ മുന്നേറുമ്പോൾ ഈ കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല ഇത് കളിയാണോ യഥാർത്ഥമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സ്വിംസ്യൂട്ട് റൂള്, ഇതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വളരെ LKG ക്ലാസ്സുകളിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ഈ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ അജ്ഞത മുതലെടുക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ജയരാജ്? 13 വയസ്സുള്ള അല്ലെങ്കിൽ 18 വയസ്സുള്ള പെൺകുട്ടിയുടെ അജ്ഞത മുതലെടുക്കുകയായിരുന്നു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും 13 വയസ്സെന്ന് പറയുമ്പോൾ അതിന് ശാരീരികമായ വളർച്ച ഉണ്ടായിട്ടേ ഉള്ളൂ. അതൊന്നും അഡൾട്ടൊന്നും ആയിട്ടില്ലല്ലോ. അഡോളസെന്റ് ഒരു ചേഞ്ചിങ് പീരീഡാണ്, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതിനങ്ങനെ ചിന്തിച്ചൊരു തീരുമാനം എടുക്കാനുള്ള, അഡൾട്ട് ആകുമ്പോഴല്ലേ അങ്ങനെയുള്ള തീരുമാനമൊക്കെ നടപ്പിലാക്കാൻ പറ്റൂ. ശരിക്കും നമ്മൾ FMRI സ്റ്റഡിയൊക്കെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ആ സമയത്ത് ബ്രെയിനിനകത്ത് ഒരുപാട് പ്രൂണിങ് ഒക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അത് പിന്നെ അഡൾട്ട്ഹുഡ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് ആവശ്യമില്ലാത്ത ന്യൂറോൺസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് മറ്റേത് തമ്മിൽ യുണൈറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് പിന്നീട് അതിന് ചിന്തിക്കാനും എടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ അതിവേഗതയിൽ വണ്ടി ഓടിച്ച് പോകുന്നതും സ്പീഡ് ഹൈ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പ്രീ അഡോളസെന്റ് അല്ലെങ്കിൽ അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോഴാണ് അവർക്ക് ശരിക്കും ഒരു പക്വത വരുന്നത്. ഇന്ത്യൻ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. 18 വയസ്സ് 21 വയസ്സൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കണക്ക് അതുകൊണ്ടാണ്. ഈ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മാനസികമായിട്ട് ഇവർക്ക് പക്വത വരില്ല. ശാരീരികമായി ചിലപ്പോൾ അവർ മുമ്പൊക്കെ വിവാഹം കഴിക്കുന്നത് പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ രാജൻ്റെയൊക്കെ ഭരണകാലത്തൊക്കെ 13 വയസ്സിലും 14 വയസ്സിലൊക്കെ കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ശാരീരികമായുണ്ട്, പക്ഷെ മാനസികമായിട്ട് കുട്ടികളെ വളർത്താനുള്ള പക്വത ഇല്ലായ്മയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ നമ്പർ 1 ആണ്, കേരളം നമ്പർ 1 ആണെന്ന് ഇവിടെ ആരും അവകാശപ്പെടുന്നതൊന്നുമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ കണക്കാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് കേരളത്തിലെ സംഘടനയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് WHO എന്ന് പറയുന്നത് അത് ഇന്റർനാഷണൽ സംഘടനയാണ്. അതുപോലെ തന്നെ വേൾഡ് ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ കണക്കൂട്ടിയെടുക്കുന്ന ഒരു സംഘടനയാണ്. ഇതാരും PR വർക്കിന് വേണ്ടി ചെയ്യുന്നതല്ല. അവിടെ ഇങ്ങനെ നമ്പർ 1 ആണ്. ഒരു ബ്ലാക്ക് അമേരിക്കനേക്കാളും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കേരളത്തിൽ കൂടുതലാണെന്ന് പറയുന്നത് വിദേശത്തുള്ള മറ്റു പല സംഘടനകളും നാഷണൽ ലെവലിലുള്ള സംഘടനയാണ്. അല്ല കേരള ഗവൺമെന്റ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തി കേരളം നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എങ്ങും നടക്കാറില്ല. പിന്നെ ഈ വാർത്തകളാകുമ്പോഴത്തേക്കും അതെടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യം തന്നെയാണ്. ഇപ്പം നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ട്. മദ്യോപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളം. കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ, സൂയിസൈഡ് റേറ്റിൻ്റെ കാര്യത്തിൽ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സൂയിസൈഡ് റേറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അല്ലാതെ ഇവിടെ അങ്ങ് ആത്മഹത്യാ നിരക്ക് ഈ കേരളത്തിനേക്കാളും കൂടിയ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ടത് ഡോക്യുമെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കാര്യത്തിൽ നമ്പർ 1 ആവുന്നത്. ഇങ്ങനെ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഇങ്ങനെ നെഗറ്റീവുകളും പോസിറ്റീവുകളും പലതരത്തിലുള്ള വ്യത്യസ്തതകളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഈ പറഞ്ഞതുപോലെ മിഷണറിമാരെ എഡ്യൂക്കേഷൻ്റെ അവിടെ നിന്നല്ല തുടങ്ങുന്നത്. ശരിക്കും 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും ഒക്കെയുള്ള ട്രേഡ് റിലേഷൻസ്, മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് മിഷണറിമാരുടെ എഡ്യൂക്കേഷൻ, അതിൻ്റെ തുടർന്ന് കൊണ്ടുപോയിട്ടുള്ള രാജഭരണത്തിൻ്റെ കാലത്ത് പിന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ മുതൽക്കൂട്ടാണ്. ഭൂപരിഷ്കരണ നിയമം, ഇതൊന്നും ഇല്ലാതെ കേരളം ഇല്ല. അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് തുടർച്ചയാണ്.
അല്ലാതെ ഇവിടെ ആരും അവകാശപ്പെടുന്നൊന്നുമില്ല കേരള നമ്പർ 1 ആണ് എന്ന് ആരും അവകാശപ്പെടുന്നത് വാസ്തവമാണെന്നേ. ഇത് പറയുന്നത് കേരള ഗവൺമെന്റ് വെച്ചേക്കുന്ന PR ഏജൻസി ഒന്നും അല്ലല്ലോ നീതി ആയോഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ അല്ലാതെ സോമാലിയ ആണ്, അല്ലെ സോമാലിയ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വെറുതെ എന്തിനാണ് നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത്? സ്വന്തം ശരീരത്തേക്ക് തുപ്പുന്നത് പോലെ തന്നെയാണ്. കേരളമെന്ന ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്തിനാണ് എഴുതി വെച്ചത്? കേരളം എന്ന് കേട്ടാൽ തിളക്കണം. കാരണം മലയാളികളുടെ മാതൃഭൂമിയാണ്. ഡോക്ടർ ജയരാജ്, കേരളം എന്ന പേർ കേൾക്കുമ്പോൾ ഇപ്പൊ ചോര തിളക്കുന്നില്ല. ഇതൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ എങ്ങനെയാണ് ചോര തിളക്കുന്നത് സാർ? ഇത്തരം വാർത്തകളിലെ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ഇത് കിട്ടുന്നുണ്ടോ, ശിക്ഷ കിട്ടുന്നുണ്ടോ? പിന്നെ ഈ വെളുപ്പം കാലത്ത് 2 മണിക്ക് രണ്ടാമത്തെ കാര്യം, ഇത്തരം കേസുകൾ ഇല്ലാതാക്കുകയല്ലേ വേണ്ടത്? ഇത്തരം കേസുകൾ ഇല്ലാതാക്കുക. കേരളത്തിൽ ഏത് പെൺകുട്ടി കേസുകൾ പരമാവധി സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് CWC പോലൊരു മെക്കാനിസം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര വിജിലന്റ് ആയിട്ട് എല്ലാത്തിന്റെ പുറകെ നടക്കുന്ന ക്യാമറ കണ്ണുകളുമായിട്ട് നടക്കുന്ന മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്, അല്ലാതുള്ള മീഡിയകളുണ്ട്. ഇവരാരും പുറത്തു കൊണ്ടുവന്നല്ലോ. ഈ കുട്ടി CWCയിൽ വന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൂടെ പുറത്ത് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പുറലോകം അറിയുന്നത്. അതിനു മുമ്പ് ഇത് ആരും കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ CWC എന്ന് പറഞ്ഞൊരു സംവിധാനം ശക്തമായി നടക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. അതിനവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോഴും 5 വർഷം ആരെ ഭയന്നാണ് ഈ കുട്ടിയെ ഒളിച്ചു വെച്ചത്? ആരെങ്കിലും ആ പെൺകുട്ടിയിൽ സ്വാധീനം ചെലുത്തിയോ, ഭയപ്പെടുത്തിയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ പോലീസിന് ഉത്തരം കിട്ടേണ്ടതല്ലേ? എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അവർക്ക് ആ ഗ്രീവൻസസ് എയർ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം കേരളം മനസ്സിലാക്കാൻ 5 വർഷം വേണോ? അവർക്കൊരു ഗ്രീവൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ എവിടെ പോയി പറയും എന്നുള്ളൊരു പ്രശ്നമില്ല. അവർക്ക് പറയാൻ വേദികളുണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കും. പിന്നെ ഹണി റോസിന്റെ കേസ് പറഞ്ഞത്, ഹണി റോസ് സെലിബ്രിറ്റിയാണ്, ബോച്ചയും സെലിബ്രിറ്റിയാണ്. ഈ 2 പേരുടെയും പേരിൽ കേസെടുത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മെസ്സേജാണ്. എന്ത് വൃത്തികേടും പറയാമെന്നുള്ളതിനെ കുറിച്ച്. അതൊരു ഹണി റോസ് ആയതുകൊണ്ടൊന്നുമല്ല ഇത്ര സഡൻ ആക്ഷൻ ഉണ്ടായത്. ഇത് 1000 കേസുകൾ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം. ഈ PP ദിവ്യയുടെ കേസ്, PP ദിവ്യയുടെ മകളെ അനാവശ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പോസ്റ്റിന് താഴെ ഇട്ടിരുന്നത്. ഡോക്ടർ ജയരാജ്, ഒരുപാട് കേസുകളെങ്കിലും സൈബർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 10 പരാതികൾ. ഡോക്ടർ ജയരാജ്, തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ 10 പരാതികൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹണി റോസിന് കൊടുക്കുന്ന പരിഗണന ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്കും നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ. ഹണി റോസ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ഇടപെടലുണ്ടായി. പക്ഷേ വളരെ ക്ലിയർ ആണ്. ഇനി ചെയ്യുന്നതിന് മുമ്പിൽ ആരായാലും ഒന്ന് ആലോചിക്കും. ഇത്തരം വൃത്തികേടുകൾ ഏത് രാജ്യത്ത് പോയിരുന്നു? പണ്ട് മുഖ്യമന്ത്രി ചീത്ത വിളിച്ചൊരു സംഭവം അറിയാലോ, ഒരു റിട്ടയർഡ് പട്ടാളക്കാരനെ സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത്. അതുപോലെ എന്തും എഴുതിയിടാമെന്നൊക്കെ ആർക്കെങ്കിലും ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്നവർ സിംബോളിക്കാണ്. ഈ ഒരു സാധനത്തിനെ സിംബോളിക് ആയിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഹണി റോസിന് വലിയ പ്രാധാന്യം ഉണ്ടായതുകൊണ്ടോ ബോച്ചയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായതുകൊണ്ടോന്ന് അല്ല. അങ്ങനെയല്ല കേസിനെ എടുക്കേണ്ടുന്നത്. ഈ കേസിനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നത് കൊണ്ടാണ്. എന്ത് വൃത്തികേടും മുഖമില്ലാത്ത പോസ്റ്റുകളായിട്ട് വന്നിരുന്നുണ്ട്. എന്ത് വൃത്തികേടും വിളമ്പാം അല്ലെങ്കിൽ എഴുതിയിടാം എന്നൊക്കെ കരുതി ധരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ പ്രമീള ദേവി, സ്ത്രീകളെ അധിക്ഷേപിക്കാം, മറ്റുള്ളവരെ അധിക്ഷേപിക്കാം. അതായത് എനിക്ക് എന്റെ പ്രാർത്ഥന ഹണി റോസിന്റെ പരാതികളിന്മേലുണ്ടായ നടപടിയുടെ വേഗതയില്ലെങ്കിലും ഒച്ചിഴയും മട്ടിലെങ്കിലും അനിലിന്റെ പരാതിക്കും ഒരു ഇടപെടൽ നടപടി ഉണ്ടാകട്ടെ എന്നതാണ്. അതോടൊപ്പം PR വർക്ക് തീരെ ചെയ്യാത്ത കേരളം കോവിഡ് കാലത്ത് എങ്ങനെയാണ് പോയി അവാർഡ് വാങ്ങിയതെന്നും എന്ത് അവാർഡാണ് വാങ്ങിയതെന്നും ഒക്കെ നമ്മൾ നേരിൽ കണ്ടതാണ്. ക്യൂബയിൽ നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്യുന്നത് കാത്ത് കണ്ണുകഴച്ചിരുന്നവരുമാണ് നമ്മൾ. അപ്പോൾ PR വർക്ക് ഇല്ലാത്ത കേരളത്തിന്റെ ശാന്ത സൗമ്യത നിറഞ്ഞ പക്വത നിറഞ്ഞ പെരുമാറ്റം നമുക്കറിയാവുന്നതാണ്. അതൊക്കെ ഞാൻ മറക്കുന്നു. എനിക്ക് അനിലിന്റെ പരാതിയിന്മേൽ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കട്ടെ. ഹണി റോസിന് കിട്ടുന്ന അത്ര വേഗതയിലൊന്നും വേണ്ട. 10 വർഷം കഴിഞ്ഞിട്ടെങ്കിലും നടപടി ഉണ്ടാവട്ടെ എന്നൊരാശംസ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ. എന്തായാലും വളരെയധികം നന്ദി. സ്ത്രീ സുരക്ഷയാണ് മുഖ്യം എന്ന്
നാഴികക്ക് 40 വട്ടം പറയുന്ന ഇടത് സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് 18 വയസ്സുള്ള പട്ടികജാതി പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയായിരിക്കുന്നത്. പ്രതികളുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. ഇനിയെങ്കിലും ഇതൊക്കെ തടയാനുള്ള ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പറഞ്ഞാൽ മാത്രം പോരാ, കൊട്ടിഘോഷിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും അത് കാണണം.